തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനുകളുടെ ഭാഗമായി തലശ്ശേരി നഗരസഭാ പരിധിയിലുള്ള കടൽപ്പാലം, റെയിൽവേ, ഓവുചാൽ പരിസരം എന്നിവ ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ശുചിത്വ പ്രതിജ്ഞയോടെ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ നടക്കുക. പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിയുന്നതും വൃത്തിഹീനമാക്കുന്നതും എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ആയതിനാൽ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് സാധനങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുകയുമില്ല. പ്രതിജ്ഞ. നഗരസഭാ പരിധിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കടൽപ്പാലം പരിസരം, NTTF കോളേജ് തലശ്ശേരി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി, മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയേഴ്സ്, നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഒത്തുചേർന്ന് ശുചീകരിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓവുചാലും ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടർ രജിന, അനിൽകുമാർ, സൗമ്യ, കുഞ്ഞിക്കണ്ണൻ, മുനീർ എന്നിവർ നേതൃത്വം നൽകി. 250-ൽ പരം ആളുകൾ പങ്കെടുത്ത് ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ കണ്ടിക്കൽ MCF-ലേക്ക് നീക്കം ചെയ്തു. ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഫോട്ടോ പോയിന്റ് കൂടി ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ സജ്ജീകരിച്ചു. വരും ദിവസങ്ങളിലും ക്യാമ്പയിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ അജയ്കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കുഞ്ഞിക്കണ്ണൻ, അനിൽകുമാർ, ലിജശ്രീ, രതീഷ് കുമാർ, ദിനേശ്, സുനിൽകുമാർ, അഷ്റഫ്, പ്രദീപ് കുമാർ, അശ്വതി എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.